ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നിങ്ങൾക്കൊരു വരുമാന മാർഗമാവുമെങ്കിൽ പിന്നെ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? വീട്ടിലിരുന്നു കൊണ്ട് വരുമാനം നേടാൻ കഴിയുന്ന കിടിലനൊരു വിദ്യ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമസ്തേ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ JPK വൈബ്സ്. ഞാൻ ജിഷ്മ. ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് 2 മക്കളുണ്ട്. എന്നെപ്പോലെയുള്ള ഒരുപാട് വീട്ടമ്മമാരുടെ വലിയൊരു പ്രശ്നമാണ് സ്വന്തമായി വരുമാനമില്ലാത്തത്. നമ്മളിൽ പലരും, പ്രത്യേകിച്ച് വീട്ടമ്മമാരോ അല്ലെങ്കിൽ ദിവസവും കുറച്ച് സമയം ഫ്രീ ആയി കിട്ടുന്നവരോ, ആ സമയം ചിലവഴിക്കുന്നത് ഒന്നെങ്കിൽ ഫോണിൽ റീൽസ് കണ്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നുമാണ്. എന്നാൽ നമ്മുടെ ആ ഫ്രീ ടൈം ഒട്ടും കളയാതെ, കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ, ഒരു പ്രത്യേക യോഗ്യതയോ ഇല്ലാതെ മൊബൈൽ ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ആപ്പാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള, കേട്ടിട്ടുള്ള പ്രതിലിപി ആപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ആപ്പ് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമാവുന്നതെന്ന് ഞാൻ പറയാം. പ്രധാനമായും ഇതിന് 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ക്വാളിറ്റി ഫ്രീ ടൈം. നമ്മൾ വെറുതെ ഇരുന്ന് സമയം കളയുന്നതിന് പകരം നമ്മുടെ ചിന്തകളും കഥകളും എഴുതുകയാണെങ്കിൽ അതൊരു നല്ല ക്വാളിറ്റി ടൈം ആയിരിക്കും. രണ്ടാമത്തേത് നോ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ആപ്പിൽ ജോയിൻ ചെയ്യാനോ എഴുതാനോ 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കേണ്ട ആവശ്യമില്ല. ഇത് തികച്ചും സൗജന്യമാണ്. മൂന്നാമത്തേത് നോ ക്വാളിഫിക്കേഷൻ. ഇതിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോ ഡിഗ്രിയോ ഒന്നും ആവശ്യമില്ല. മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയുന്ന, എഴുതാൻ താല്പര്യമുള്ള ആർക്കും ഇതിലേക്ക് കടന്നു വരാം. ലളിതമായി പറഞ്ഞാൽ പ്രതിലിപി എന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഓൺലൈൻ വായനാ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമുക്ക് കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ തുടങ്ങിയവ എഴുതാം. നമ്മൾ എഴുതുന്ന കഥകൾ വായനക്കാർ കൂടുന്നതിനനുസരിച്ച് ഈ ആപ്പിലുള്ള ഗോൾഡൻ സബ്സ്ക്രിപ്ഷൻ വഴിയും ഡിജിറ്റൽ സമ്മാനങ്ങൾ വഴിയും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കണം, എങ്ങനെ എഴുതണം എന്ന് വരും വീഡിയോകളിൽ ഞാൻ പറയാം. ഇത് എൻ്റെ ആദ്യ വീഡിയോ ആയതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.